ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ. വാൾ സ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സുമാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തിയ വ്യോമസേനാ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 2 ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആദ്യം അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായ വിവരമോ മറ്റ് നാശനഷ്ടങ്ങളുടെ വിവരമോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി സൈനിക നീക്കത്തിന്റെ ഭാഗമായി എത്തിയ KC-135 സൈനിക വിമാനം ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പ് തകർത്തതിന് പിന്നാലെ നടന്ന ഈ സംഭവം അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗണെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തരം ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനത്തിന് ഏകദേശം 1400 കോടിയിലധികം വില വരുന്നതാണ്. അങ്ങനെ കണക്കാക്കിയാൽ തകർക്കപ്പെട്ട വിമാനങ്ങളിലൂടെ 8400 കോടിയിലധികമാണ് ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ബോയിങ് നിർമ്മിച്ച KC-135 സ്ട്രാറ്റോ ടാങ്കർ ആദ്യമായി അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചത് 1950കളുടെ അവസാനത്തിലാണ്. ആകാശത്ത് വെച്ച് കൂടുതൽ നേരം പറന്നുകൊണ്ട് തന്നെ മറ്റ് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ യുദ്ധമേഖലയിൽ ഇത്തരം വിമാനങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ ഈ ടാങ്കർ വിമാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചു വരുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ഔദ്യോഗിക രേഖയിൽ കാണിക്കുന്നത് ഈ വിമാനങ്ങൾക്ക് മണിക്കൂറിൽ ഏകദേശം 530 മൈൽ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും അത് വഹിക്കുന്ന ഇന്ധനത്തിന്റെയും കൈമാറ്റം ചെയ്യുന്നതിന്റെയും അളവനുസരിച്ച് ഏകദേശം 11,000 മൈൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നുമാണ്. സാധാരണയായി 4 ക്രൂ അംഗങ്ങളാണ് വിമാനം പ്രവർത്തിപ്പിക്കാനുണ്ടാവുക. വിദഗ്ധ പരിശീലനം ലഭിച്ച ഒരു പൈലറ്റ്, കോ പൈലറ്റ്, നാവിഗേറ്റർ, ബൂം ഓപ്പറേറ്റർ എന്നിവരും അമേരിക്കൻ കമാൻഡോകളിൽ ചിലരും വിമാനത്തിലുണ്ടാകും. ഈ വിമാനം വളരെ വലുതാണ്. ഏകദേശം 136 അടി നീളവും ഏകദേശം 130 അടി ചിറകുകളുമുണ്ട്. കൂടാതെ 50,000 അടി ഉയരത്തിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധമുഖത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെയും ബോംബറുകളെയും നിരീക്ഷണ വിമാനങ്ങളെയും നിശബ്ദമായി പിന്തുണയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ടത് അമേരിക്കയെ സംബന്ധിച്ച് അപ്രതീക്ഷിത പ്രഹരം തന്നെയാണ്. അതേസമയം മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളായ USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡിനും ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ നിന്നും പിന്മാറേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയാണ് നിലവിൽ ഇത്തരം സുരക്ഷാ ഭീഷണി നേരിടുന്ന പ്രധാന രാജ്യം. ഉത്തര കൊറിയയിൽ നിന്നും ആക്രമണം പേടിച്ചു കഴിയുന്ന ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്കായി അമേരിക്ക സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗങ്ങളാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റും ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസികളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.